നോക്കട്ടെ, കൈ എടുക്കുമോ? ഇത് കണ്ടില്ല, ഇത് ഓർബീസാണ് കേട്ടോ. നമ്മൾ പറഞ്ഞ പഴയ അതാ പണ്ടത്തെ ടേസ്റ്റ് തന്നെ ഉണ്ട്. പക്ഷെ പൈസ കുഴപ്പമില്ലല്ലോ. ഇത്രയും വലിയ കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലൊക്കെ ചെറുതല്ലേ, അത് ഭയങ്കര വേറെ വേറെ വെറൈറ്റി കളേഴ്സ് ഒക്കെ. എനിക്ക് വൈറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഇത് നോക്കിയേ, ഓക്കെ. ഇത് നോക്കിയ നമ്മുടെ വീട്ടിലിങ്ങനെ സെറ്റ് ചെയ്താലോ പോലെ അല്ലേ? എനിക്ക് കിട്ടൂല. ഇതിന്റെ ഭയങ്കര വെറൈറ്റിയാണ്. ഇത്രയും വെറൈറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഭയങ്കര ഫറായിട്ടുള്ളതല്ലേ, താടിക്കാരൻ. പിന്നെ അവിടെ റൗണ്ട് ഷേപ്പ് നോക്കിയൊരു ബോള് പോലെ പോലെ. ബാക്ക്ഗ്രൗണ്ടില് ഭയങ്കരമായിട്ടുള്ള മ്യൂസിക് കാരണം നമുക്ക് വോയിസ് ഓവർ തന്നെ ചെയ്യേണ്ടി വന്നു കേട്ടോ. ഈ നടുക്ക് തന്നെ റെഡ് കളറുള്ള ചെടി കണ്ടില്ല, അത് നമ്മുടെ വീട്ടിലും ഉണ്ടായിട്ടാ. നമ്മൾ നഴ്സറി പോയപ്പോ വാങ്ങിയതാ. ഇതിന്റെ ഭംഗി കൊണ്ടാണ് കേട്ടോ നമ്മളിത് വാങ്ങണത്. പക്ഷെ ഇതൊരു സീസണിലാണ് കേട്ടോ ആ കളർ വരുള്ളൂ. അത് കഴിഞ്ഞാൽ നോർമലി ആ ലീഫൊക്കെ പച്ച കളറായിരിക്കും കേട്ടോ. ഈ ജമന്തി അറേഞ്ച് ചെയ്തേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് നമ്മുടെ വീട്ടിൽ വേണ്ടാത്ത പോലെ ഇട്ടേക്കണം. ഇതിങ്ങനെ ഒരു എക്കോസിസ്റ്റം പോലെ ഉണ്ടാക്കുന്ന ക്ലോസ്ഡ് എക്കോസിസ്റ്റം. ഇതൊരു തരം ആർട്ടാണത്. ഇങ്ങനെ അക്വേറിയൊക്കെ സെറ്റ് ചെയ്യുന്ന നമ്മളിങ്ങനെ യൂട്യൂബിൽ അത് ലൈവാണ്. ഇതിങ്ങനെ ഇപ്പൊ കുറെ നാൾ കഴിയുമ്പോഴത്തേക്കേ അതിന്റെ രൂപമൊക്കെ മാറും. മനസ്സിലായ? യൂട്യൂബിൽ ഞാൻ ഒരാള് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നല്ലതാണല്ലേ, കൊള്ളാല്ലേ? ചിലതൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. എന്ത് ഫിഷ് ആണെന്നറിയില്ല അച്ഛന്. ഇത് നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ആൾക്കാർ. ഓ, അത് നോക്കിയ കുഞ്ഞു മീനുകള് ഉണ്ടായതാണോ? ആ ശരിയാ, ഫ്ലൂറസെന്റ് പോലെ അല്ലേ? ടെട്രയാ അങ്ങനെ എന്താ വന്നു. ഈ ജമന്തി കാണുമ്പോ ഭയങ്കര എന്താ ബോൺസായി. എന്താ ബോൺസൈഡ് ഒരുപാട് വെറൈറ്റി ഉണ്ട്. അതിൽ കുറെ ആർട്ട് പോലെ എഴുതി വെച്ചേക്കണേ അല്ലേ? കുറെ നല്ല രസമുണ്ട്. ഇവിടെ നല്ല രസമുണ്ട്. അതിൽ വെള്ളമൊക്കെ ഇതാണ്
ഇതാണ് കേട്ടോ ചില്ലി ചിക്കൻ. ഒരുപാട് ചില്ലി വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല രസമുണ്ട്. അടുത്ത് കാണുമ്പോഴാണ് കൂടുതൽ ഭംഗി കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലുതായിട്ടാണ് കേട്ടോ അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഫ്ലവേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സീറ്റും ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ നമുക്ക് ഇരിക്കാനൊന്നും പാടില്ല, നിന്നുകൊണ്ട് മാത്രം ഫോട്ടോ എടുക്കാം. ഓർക്കിഡിന്റെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഇതുവരെ കാണാത്തതും ഒക്കെ ആയിട്ട്. ചിലതൊക്കെ പ്ലാസ്റ്റിക് ആണെന്ന് സംശയമുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോയിൽ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കിയേ. നമ്മൾ കയറി ചെല്ലുന്നിടത്ത് മാത്രമാണ് കേട്ടോ ഈ ഫ്ലവേഴ്സ് ഒക്കെ ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. 120 രൂപയ്ക്ക് കാണാനുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാനുള്ള ഫ്ലവേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ കയറി ചെല്ലുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എല്ലാ കാർണിവലിലുള്ള പോലെ തന്നെ പല പല ഷോപ്പുകൾ, ബാഗ്, ഷൂ, അച്ചാറുകള്, അങ്ങനെയൊക്കെയുള്ള കുറെ ഷോപ്പുകൾ. ഭയങ്കര മാനാണെന്ന് തോന്നുന്നത്. ഞാൻ ഓരോന്നൊക്കെ നോക്കി നടക്കുമ്പോഴാണ് കേട്ടോ ഒരു ചേട്ടൻ വിളിച്ചത്. ടാൻ മാറ്റാന്ന് പറഞ്ഞൊരു സോപ്പ് വെച്ച് കയ്യിലിങ്ങനെ പതക്കുന്നത്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ അത് വാങ്ങാഞ്ഞത് കുറച്ച് വില കൂടുതലായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. പക്ഷെ ക്യാമറയിൽ നോക്കുമ്പോൾ ആ ഡിഫറൻസ് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവിടെ നോക്കുമ്പോഴത്തേക്കും ചെറിയ രീതിയിലുള്ള ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. എത്ര രൂപയാണ്? ക്രീമും സോപ്പും എല്ലാം കൂടി 300. പിന്നെ കൊറേ പഴയ കാലത്തെ കുറെ മിഠായികളൊക്കെ ഉണ്ടായിട്ട് അതിന് ഞങ്ങൾ 2 എണ്ണമൊക്കെ വാങ്ങി. പിന്നെ കുറെ അച്ചാറുകളായിരുന്നു, വെറൈറ്റി അച്ചാറുകളായിരുന്നു കേട്ടോ. ഇതിനെത്രയാ? 20 का 1 है, 50 का 3 पीस। ഒരെണ്ണത്തിന് 20. എനിക്ക് മനസ്സിലായില്ലടാ. എന്നാ പോയാലോ? മറ്റേ മിഠായി ഏതായിരുന്നു? ഇതാണ് ചെയ്തേട്ടൻ പറഞ്ഞ പഴയ, പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഇത് വാങ്ങിയത്. എനിക്ക് സ്കൂളിൽ ചേരുമ്പോഴത്തേക്ക് ഇഷ്ടമാണത്. മറ്റേ ക്യൂൻസ് മാർക്ക് വഴി പോണോ? അതാ പണ്ടത്തെ ടേസ്റ്റ് തന്നെ ഉണ്ട്. ശരിയാടോ, ഇവിടെ ഫ്രീ ആണ്. ഫ്ലവർ ഷോയിൽ കണ്ടത്, ഞങ്ങൾ ഫ്ലവർ ഷോയിൽ കണ്ട കാഴ്ച കൊള്ളാം, പഴയ ടേസ്റ്റ്. Check out how many views we got, man. പക്ഷെ പേടിയപ്പ എല്ലാം കഴിക്കും. നാളെ തന്നെ പോണോ? കംപ്ലീറ്റ് ബ്ലോക്ക് ആണ്, മനസ്സിലായത്? അവിടെയും ബ്ലോക്ക്. പക്ഷെ ആളുകൾ പോണില്ലേ, ഇതൊക്കെ വരൂല. പൊക്കോളും. ഇതൊരു കുട്ടിക്കഴുതായെന്ന് തോന്നുന്നു. മൊത്തം മെട്രോ ആക്കണം. മനസ്സിലായടി? മൊത്തം മെട്രോ ആക്കി കഴിയുമ്പോഴത്തേക്കും വണ്ടികളുടെ ഇത് കുറയും.
പക്ഷെ ആളുകൾക്ക് സ്വന്തം വണ്ടി ഉണ്ടെങ്കിലും ആളുകൾ അതിൽ ഇറങ്ങുള്ളൂ. കാര്യം മെട്രോക്ക് ഒരു മൊത്തം കറങ്ങി നടക്കാന് ഭയങ്കര ചാർജ്. പിന്നെ ഇറങ്ങി നടക്കണ്ടേ? കാരണമായാലും ഇപ്പൊ നടക്കണം. പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമില്ല, അതാണ് വേറെ പ്രശ്നം. നമുക്കൊരു ലക്കിനുണ്ട് അവിടെ പാർക്കിംഗ് കിട്ടിയത്. അല്ലെങ്കിൽ കേറില്ലായിരുന്നു, അല്ലെ നമ്മൾ വീട്ടിലോട്ട് പോയാന് അല്ലേ? ഞാൻ പറഞ്ഞല്ലേ അവള് പോകുന്നത്. അപ്പൊ ഫ്രണ്ട് കാർ സത്യത്തിലുണ്ടല്ലോ ഇതേട്ടാ, എനിക്ക് മിഠായി ഒക്കെ തിന്നുമ്പോ ഭയങ്കര പേടിയാ. പല യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ പല വീഡിയോസ് ഒക്കെ വരുമ്പോഴേ പേടി അങ്ങനത്തെ മിഠായികളൊക്കെ കഴിക്കാനായിട്ട്. എനിക്ക് വേണ്ട, എന്താ അവിടെ താൻ വന്നിട്ട് ആ 20 രൂപ വെറുതെ. എനിക്ക് പേടിയാ. ഞാൻ പിന്നെ ഒരു സൈസ് കോലുമിഠായി പോലത്തെ പേടിയാണ് എനിക്ക്. വെച്ച് നിർബന്ധം പിടിച്ചോണ്ടാ ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. വാങ്ങിച്ചാ സൈതണ്ണ മിഠായി പിന്നെ സൈതണ്ണൻ പറഞ്ഞിട്ട് എടുത്താണ് കേട്ടാ. അപ്പൊ പിന്നെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ എത്രത്തോളം സേഫ്റ്റി ഉണ്ടാവുന്നൊന്നും അറിയില്ല. ഒരെണ്ണമൊക്കെ വല്ലപ്പോഴും കഴിച്ചാൽ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മള് ഒരുപാട് വീഡിയോസ് ഒക്കെ കാണുന്നോണ്ടേ എനിക്ക് പിന്നെ അത് കഴിച്ചു കഴിയുമ്പോ പിന്നെ ഫുള്ള് ടെൻഷനായിരിക്കും. ദൈവമേ വല്ല കുഴപ്പമുണ്ടാവും, അങ്ങനത്തെ ഒരു പേടിയുണ്ട് എനിക്ക്. അല്ലാതെയൊക്കെ ലച്ചുവിന് നമ്മളിങ്ങനെ മിഠായി ഒക്കെ മേടിച്ചു കൊടുക്കുമ്പോ നമ്മള് പേടിയില്ല. പല്ലിന്റെ കാര്യം മാത്രമേ ഉള്ളൂ പ്രശ്നം വരുമോന്നുള്ളത്. അല്ലാതെ സേഫ്റ്റിയുടെ കാര്യത്തില് ഒരു കുഴപ്പമില്ല. ബ്ലോക്കിൽ ഞങ്ങള് വീട്ടിൽ എപ്പം എത്തുന്നാവും. ഞങ്ങൾക്ക് ഒരു 10 മിനിറ്റിൽ എത്തേണ്ട വീടാണ്, ചിലപ്പോ 1/2 മണിക്കൂർ എടുക്കൂല്ലേ. നേരെ പോയത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള 1 by 3 അവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ അടിപൊളി ബിരിയാണിയാണ്. നമ്മുടെ ലച്ചുവിന്റെ ബർത്ത്ഡേക്കൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. സോഷ്യൽ കിച്ചണിൽ പോയിട്ട് ഭയങ്കര ഓർഡറിങ് ആണെന്നല്ല. ഇനി ഇത് കാണിക്കണില്ലേ? എടോ എടുക്ക, റൈസ് ഇതാക്കി എടുക്കുക, ചെറുത് ഇട്ട് കൊടുക്കുക. കൊച്ചിന് ബിരിയാണി കഴിച്ച് വീട്ടിലെത്തിയപടി തന്നെ ഭയങ്കരമായിട്ട് വലുതാകും. പക്ഷെ 3 ഓർബീസാണ് കേട്ടോ. നമ്മള് ഇങ്ങനത്തെ ടൈപ്പ് ഓർബീസ് ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മള് ഫ്ലവർ ഷോ കാണാൻ വേണ്ടി പോയപ്പോ വാങ്ങിയതാണ് കേട്ടാ. ഈ 4 എണ്ണത്തിന് 20 റുപ്പീസാണ്. ഒരു പാക്കറ്റും കൂടി എടുക്കണമെങ്കിൽ അവര് 50 രൂപയ്ക്ക് തരാം. 5 പിന്നെ അതിലിട്, ഇനി വെള്ളത്തിലിടാൻ ഇങ്ങോട്ട് കുറച്ച് നീക്കി വെക്കും. ഇതൊക്കെ മതി. 50 രൂപ പോയി. അയാൾ അവിടെ വെള്ളത്തിലിട്ട് പൂവെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കണ വെച്ച് നോക്കട്ടെ. അമ്മ ഒന്ന് നോക്കട്ടെ. കൈ മാറ്റ്. എന്താ നീട് ഓരോന്നിട്. കുറച്ച് സമയം കഴിയണോന്നൊന്നു ഇത് ആയി വരാൻ. നമ്മളിത് ഇട്ടിട്ട് റിയാക്ഷൻ ഒന്നുമില്ല. ഇതെന്താ ഒരിളക്കം? അപ്പൊ ബൈ.